കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ മറ്റൊരു റൗണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ പല പല റൗണ്ട്സിലൂടെ നമ്മളുടെ മത്സരാർത്ഥികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പുതിയ തലമുറയുടെയും പഴയ തലമുറയുടെയും ഭക്ഷണ സംസ്കാരത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ, ഇപ്പോൾ പറയുന്ന ഒരു സ്ഥിരം വാക്കുണ്ടല്ലോ, ന്യൂ ജനറേഷൻ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരു ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ താരതമ്യം പഠനം നടത്തിയാൽ എന്താണ് ഒരു വ്യത്യാസം? ഒരു പക്ഷേ നമ്മൾക്ക് പറയാം, ന്യൂ ജനറേഷൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ്. ഒരു പക്ഷേ പഴയ തലമുറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് പച്ചക്കറികളും മത്സ്യം പോലുള്ള വിഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കഴിച്ചിരുന്നത്. എന്നാൽ ന്യൂ ജനറേഷൻ്റെ സമയം ഇപ്പോൾ കൂടുതൽ നോൺ വെജിറ്റേറിയനും ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നോൺ വെജിറ്റേറിയന് കൂടുതൽ ഒരു പ്രാധാന്യമുണ്ട്. ഇനി എങ്ങനെ ചിന്തിച്ചാലും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വിഭവമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രധാന ചേരുവയുണ്ട്. എന്താണത്? അത് ചിക്കൻ തന്നെയാണ്. കോഴി കൊണ്ടുള്ള വിഭവങ്ങൾ. ഒരു പക്ഷേ റെഡ് മീറ്റ്, അതായത് മട്ടൺ, ബീഫ് ഇങ്ങനെയുള്ള വിഭവങ്ങളെക്കാട്ടിലും ചിക്കൻ കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ കഴിക്കാൻ ഇനി ന്യൂ ജനറേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമല്ല, പഴയ തലമുറയിലെ ആൾക്കാർക്കും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോരം സാധ്യതകളാണ്. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ കാര്യവുമാണ് ചിക്കൻ. ചിക്കൻ ഇഷ്ടപ്പെടുന്നവരാണിപ്പോൾ മലയാളികൾ. അപ്പം നമ്മളുടെ മത്സരാർത്ഥികൾ ചിക്കൻ കൊണ്ട് എന്തൊക്കെ വിഭവങ്ങളാണ് തയ്യാറാക്കാൻ പോകുന്നത്? അത്തരം കാഴ്ചകൾ കാണണ്ടേ? അപ്പോൾ ഈ റൗണ്ടിൽ ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്. എല്ലാവരും വലിയ ഹാപ്പിയാണല്ലോ അല്ലേ? ചിരിക്കുന്ന മുഖങ്ങൾ, അത് തന്നെ ഒരു സന്തോഷമാണ് കാണുന്നത്. നമ്മുടെ മുഖത്ത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചിരി വരും. പുതിയ റൗണ്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അടിപൊളിയായിട്ട്. ബിരിയാണി റൗണ്ട് കഴിഞ്ഞു. കൂടുതൽ ശക്തമായി ക്ഷീണം ഇനി തീർന്നിട്ടില്ല. ഇനി പക്ഷെ വീണ്ടും ശക്തമായിട്ട് വന്നിരിക്കുവാണ് നമ്മൾ, അല്ലേ? അടുത്ത റൗണ്ടിലേക്ക്. അടുത്ത റൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ബിരിയാണി റൗണ്ട് അവസാനിച്ചതൊരു എന്താ പറയുക, അല്ലേ, കലാപത്തിലൂടെയാണ് അവസാനിച്ചത്. വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞു. പക്ഷെ അതിന് അല്ലേ, സാഡ് എൻഡിങ് ആയി. പക്ഷെ ചില സാഹചര്യങ്ങളിൽ മനുഷ്യരല്ലേ, ചില പൊട്ടിത്തെറികളും വികാരങ്ങൾ പല രീതിയിലല്ലേ ആൾക്കാർ പ്രകടിപ്പിക്കുന്നത്. ചിലർ വളരെ സട്ടിലായിട്ട് മനസ്സിൽ സൂക്ഷിച്ച് പ്രവർത്തിക്കും, ചിലർ വളരെ ഓപ്പണായിട്ട് പറയും, ചിലർ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വികാരങ്ങളെ. അങ്ങനെയും സംഭവിക്കാം, അല്ലേ? എനിക്ക് തോന്നുന്നു അപ്പോൾ സജിതയ്ക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ദേഷ്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ പറഞ്ഞത് വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മാർക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, അത് കൂടുതൽ സമയം എടുത്താൽ മാർക്ക് ബാധിക്കുമോ ഇല്ലയോ? ഇറ്റ് വാസ് എ ജെന്യുവൻ ക്വസ്റ്റ്യൻ, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നതിന് മുന്നേ തന്നെ നിങ്ങളെല്ലാവരും തമ്മിലൊരു തർക്കമായി. അല്ല, നിങ്ങൾ തമ്മിലല്ല. അപ്പോൾ സജിതയ്ക്ക് അതിൽ അതിൻ്റെ കറക്റ്റ് ഒരു മനസ്സിലായില്ലാന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, അല്ലേ, ഉദ്ദേശം റിയാക്ട് ചെയ്ത് അതുകൊണ്ട് സംഭവിച്ചതാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതി. അപ്പോൾ സജിതയ്ക്ക് ശരിക്കും ഇതൊരു വാക്കൗട്ട് ആയിരുന്നില്ല വാസ്തവത്തിൽ. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഇറങ്ങി പോയെങ്കിലും അത് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല ഞങ്ങൾ. കാര്യം ജഡ്ജസായിട്ട് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ അങ്ങനെ പോയാൽ സാധാരണഗതിയിൽ ഞങ്ങളത് തിരിച്ച് അത് എല്ലാവർക്കും കൂടി ചേർത്ത് പറയുകയാണ്, നിങ്ങളെ ഉൾപ്പെടെ അത് എൻകറേജ് ചെയ്യാറില്ല. എന്നാലും ഒരവസരവും കൂടി എന്തായാലും നമ്മൾക്ക് സജിതയ്ക്ക് കൊടുക്കണം. അപ്പോൾ സജിത തിരിച്ച് വന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഷോയിലേക്ക്. കാര്യം സജിതയ്ക്ക് ഈ ഷോയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, നിങ്ങളോടും ഒക്കെ വലിയ സ്നേഹമാണ്, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, നിങ്ങളായിട്ട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ സജിതയ്ക്ക് നമ്മൾ തിരിച്ചൊരു എൻട്രി കൊടുക്കുകയാണ്. സജിത നമ്മൾ വിളിക്കാം. ഓക്കെ, സജിത വെൽ. വീണ്ടും ഒരു വാം വെൽക്കം. അപ്പോൾ സജിത, ഞങ്ങളെല്ലാവരും തന്നെ വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ആൻഡ് ഈവൻ ജഡ്ജസ്, ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. കാര്യം ഞങ്ങളോടൊരു വാക്ക് പറയാനാണ് സജിത ഇറങ്ങിയത്. ഇവരിങ്ങനെ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട്, അവർ പറഞ്ഞൊരു ജെന്യുവൻ കാര്യമാണ്. സജിത അത്രയും ഫ്ലെയർ അപ്പ് ചെയ്യേണ്ടായിരുന്നു, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പറയാണ്ടൊക്കെ ഇറങ്ങിയപ്പോൾ അത് വേണ്ടായിരുന്നു ഒരു ഫീലിംഗ് ഉണ്ട് എല്ലാവർക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു തിരിച്ചു വന്നത് തന്നെ അത് ചെയ്ത് ശരിയായില്ല എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ. എന്തായാലും ഇനി വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു മത്സരമാണ്, അല്ലേ? സുഹൃത്തുക്കളല്ലേ?
അങ്ങനെ തന്നെയല്ലേ? ഉണ്ടാവാതിരിക്കാൻ നോക്കണം. ഇത് അങ്ങനെ ഒരു ഇഷ്യൂയിലേക്ക് നമ്മൾ പോയത്. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടല്ലോ, ഞങ്ങളത് സെറ്റിൽ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പറയും. പക്ഷേ നമ്മൾ ബാക്കി കണ്ടസ്റ്റൻസിനെ വഴക്ക് പറയുന്ന രീതിയിലേക്ക് ആകരുത്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ലെവലിൽ നിന്ന് എന്ത് സംസാരിക്കാം, അതൊരു സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുക്കാം. നമ്മളൊരു കോമ്പറ്റീഷനാണ്, കോമ്പറ്റീഷനെ ആ ലെവലിൽ കാണാം. അതൊരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തമാശകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ആരെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്താൽ അത് ആ സെൻസിൽ എടുത്തിട്ട് സജിത റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ ഞാൻ കൂടുതൽ സമയം എടുത്തു, അത് ഇറ്റ് ഇസ് എ ഫാക്ട്, അത് മാർക്ക് കുറവ് ആണ് തരുന്നതെങ്കിൽ ജഡ്ജസിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ ഐ അക്സെപ്റ്റ് ഇറ്റ് എന്നാണ് പറയേണ്ടിയിരുന്നത്. ഞങ്ങൾ വാസ്തവത്തിൽ ഇവാലുവേറ്റ് ചെയ്തിരുന്നു ഓൾറെഡി അല്ലേ, അത് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. അതിന് മുമ്പേ ആണ് ഈ പൊട്ടിത്തെറി വന്നത് വാസ്തവത്തിൽ അല്ലേ കൃഷ്ണ? നല്ലൊരു മാർക്കിംഗ് ആയിരുന്നു സജിതയ്ക്ക് ആദ്യം വെച്ചോണ്ടിരുന്നത്. പക്ഷേ സജിത ഇങ്ങനെ പ്ലെയർ അപ്പ് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ലേ. ഞങ്ങൾ സെക്കൻഡ് പ്ലേസിലാണ് താങ്കളെ പ്രതിഷ്ഠിച്ചത്, കാര്യം ടേസ്റ്റ് വൈസ്. പക്ഷേ ഇവർ പറയുന്നതിന് മുന്നേ തന്നെ ആ താമസിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം ഒരു മൈനസാണ്. അത് എല്ലാവർക്കും ബാധകമാണ്. ആര് ചെയ്താലും ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ മൈനസ് മാർക്ക് വരും. അങ്ങനെ ഒരു -3 വന്നിട്ട് യു കെയിം ടു ദ 3rd പൊസിഷൻ. അങ്ങനെയാണ് നമ്മളത് തീർത്തത്. അപ്പം അതുകൊണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അല്ലേ? ഓക്കെ, വിൽ കണ്ടിന്യൂ. ഇനി വീണ്ടും അടുത്ത റൗണ്ടിലേക്ക് പോവാം. സജിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ എന്താ പറയുക, ആക്ച്വലി കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ താമസിച്ചു, പല റൗണ്ടിലും താമസിച്ചു. സത്യം തന്നെ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ കാരണങ്ങൾ ഓഡിയൻസ് കാണുന്നുണ്ട്, എനിക്കും അറിയാം. പക്ഷേ ഇന്നലെ സംഭവിച്ചത് എൻ്റെ കുക്കർ എന്നെ ചതിച്ചു. കുക്കർ കംപ്ലൈൻ്റ് ആയി, അത് ഒന്ന്. രണ്ടാമത് കൈ മുറിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് വന്നപ്പം തൈരും നാരങ്ങൊന്നും എനിക്ക് തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരി, അതും കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ സഹപാഠികൾ കൂടുതൽ ചതിക്കുന്ന ഫീൽ വന്നപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഈ എന്താ പറയുക, ഈ സ്റ്റുഡിയോ വിട്ട് ഞാൻ പുറത്തൊന്നും പോയില്ല. ഞാൻ ഈ നിൽക്കുന്ന ലെവലിൽ പോയ തെറ്റാണെങ്കിൽ അതിന് ഞാൻ വേണമെങ്കിൽ സോറി പറയാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ സോറി പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതല്ല, ഞാൻ പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് അങ്ങനെ ഞാൻ അങ്ങനെ എന്താ പറയുക, മറന്നു. ഞാൻ എന്താ പറയുക, ഇവിടുന്ന് എനിക്ക് പുറത്തേക്ക് പോയിട്ടില്ലായിരുന്നു. ഞാൻ അവിടം വരെ പോയി. കാരണം പോകാൻ കാരണം എനിക്ക് വിഷമം വന്നു. ഇവിടെ കരയുമ്പോൾ ഓഡിയൻസ് കരയുന്നതിന് നാണക്കേടുകൊണ്ടൊന്നുമല്ല, എനിക്കെന്തോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എൻ്റെ മമ്മീൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ഫീലിങ്സ് പറയണമെന്ന് തോന്നി. അത് പറയാൻ വേണ്ടി, കാരണം എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ കരഞ്ഞു പോകും. എനിക്ക് അതിനെ പ്രതികരിക്കാറില്ല. അങ്ങനെ പോയതാണ്. സജിതയുടെ നേച്ചറിൽ ആ ഒരു ചൈൽഡിഷ് സ്ട്രീക്ക് ഉണ്ട്, ആ ഒരു കുട്ടിത്തമുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ഒരു ബിഹേവിയർ ഉണ്ടായത്. അത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു പ്രാവശ്യത്തേക്കൊക്കെ ക്ഷമിക്കാനുള്ളൊരു മനസ്സൊക്കെ കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷേ എപ്പോഴും അത്തരം ബിഹേവിയർ ഉണ്ടാവരുത്. ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ ചൂണ്ടി അല്ല, നോബഡി ഈസ് പെർഫെക്റ്റ്. അപ്പോൾ ചൂണ്ടി കാണിക്കും ഒരു പക്ഷേ. അത് ആ രീതിയിൽ മാത്രം കാണുക. ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ടേക്ക് ഇറ്റ്. ഓക്കെ, എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനാണ് 2 ജഡ്ജസ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളെ മറികടന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, റൗണ്ടിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിരിയാണി കഴിഞ്ഞു, ഇനി എന്താണ്? ചോറും കറിയും. അതെ, ചോറും മീൻ കറിയും. ഓക്കെ, ഒരു കറി തന്നെ ആയിക്കോട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് ഡിഷോ അല്ലെങ്കിൽ ഒരു മെയിൻ ഡിഷോ ആകാം അല്ലേ? ബിരിയാണി വേണ്ട. പക്ഷേ ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റാണ്. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒത്തിരി മാജിക് അല്ലേ? ശരിയല്ലേ? ഇതൊരു കിച്ചൺ മാജിക്കാണ്. അപ്പോൾ ഈ കിച്ചണിൽ ഒരുപാട് മാജിക്കുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിക്കനാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചേരുവ. ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ, അത് കറിയാകാം, ഫ്രൈ ആകാം, പുരട്ടിയതാകാം, പിന്നെ അല്ലെങ്കിൽ കോണ്ടി ആകാം, കോണ്ടിനെൻ്റൽ, ചൈനീസ്, ഇന്ത്യൻ, എനി ടൈം, ഏത് തരം വേണമെങ്കിലും ആകാം. 10 വെറൈറ്റി നമ്മളുടെ പ്രേക്ഷകർക്ക് കിട്ടട്ടെ. അപ്പോൾ നമ്മളുടെ കോമ്പറ്റീഷൻ തുടങ്ങുന്നു. ചിക്കൻ കൊണ്ടുള്ള വിഭവം. സമയം എല്ലാവർക്കും ബാധകമാണ്. നോട്ട് ദ പോയിന്റ്. 1.5 മണിക്കൂർ സമയം മാക്സിമം. അതിനപ്പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് മൈനസ് മാർക്ക് കിട്ടും. വേറെ കുഴപ്പമൊന്നുമില്ല, ഔട്ടാക്കുമൊന്നുമില്ല, മൈനസ് മാർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ മാർക്ക് 1 ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നവർ ചിലപ്പോൾ സെക്കൻഡ് ആകും, ചിലപ്പോൾ തേർഡായി എന്ന് വിളിക്കും. അത് മാത്രം ശ്രദ്ധിക്കുക, നന്നായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ടോട്ടൽ 11 ആൾക്കാർ ഇവിടെയുണ്ട്. അതിൽ ആദ്യം കുക്ക് ചെയ്യാൻ പോകുന്ന എത്ര പേരാണ്? 5. 1 2 3 4 5. അപ്പോൾ അനിത നായർ, അഞ്ജു അരവിന്ദ്, അനില ശ്രീകുമാർ, ശാരുദ, പിന്നെ അഞ്ജന പൂക്കുട്ടൻ, ഇത്ര ആൾക്കാർ ആദ്യം കുക്ക് ചെയ്യുന്നു. ബാക്കി 6 ആൾക്കാരും എൻ്റർടൈൻമെൻറ്റ് സോണിലേക്ക് പോവാം. നിങ്ങളുടെ വ്യത്യസ്തമായ കലാവാസനകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള സ്ഥലം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ്.
അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നൃത്തമുണ്ടാകും അല്ലേ, പിന്നെന്താ പാട്ടിൻ്റെ ഒരു പൊടി പൂരമായിരിക്കും അല്ലേ, എന്തൊക്കെ സംഭവിക്കാൻ പോണേ കാത്തിരുന്ന് കാണാം. ഏതായാലും എൻ്റർടൈൻമെൻറ്റ് സോണിലേക്ക് നിങ്ങൾ പോവുക, ബാക്കി ആൾക്കാർ കുക്കിംഗ് സോൺ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.